മനുഷ്യർ സ്വാർത്ഥരാണ്. ഒരു പരിധിക്കപ്പുറം ആരും നിങ്ങളുടെ കാര്യത്തിൽ താൽപ്പര്യപ്പെടില്ല. അത് നിങ്ങൾ സ്വന്തം എന്ന് വിചാരിക്കുന്നവരോ എന്നും കൂടെയുണ്ടാകും എന്ന് ചിന്തിക്കുന്നവരോ ആരും, മാതാപിതാക്കൾ പോലും, ഒരു അളവിനപ്പുറം കൂടെ കാണില്ല. അതുകൊണ്ട് ജീവിക്കേണ്ടത്, ജയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലസത ഇനിയും നിങ്ങൾക്ക് കൂടുതൽ വേദനകൾ നൽകാൻ പോകുന്നു എന്ന് ചുരുക്കം. മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയൊരു ശത്രു എന്നത് സംതൃപ്തി എന്ന വികാരമാണ്. നമുക്ക് കിട്ടിയ എന്തും, സ്നേഹം, പരിഗണന, ഇതെല്ലാം തൃപ്തിയില്ലെങ്കിൽ നമ്മൾ കൗതുകം തേടി അലയും. നമ്മളിൽ നിഷിദ്ധമായതിന് സംതൃപ്തിയിൽ അലിഞ്ഞു ചേരുമെങ്കിൽ ഒരിക്കലും നിരാശയും നമ്മുടെ ജീവിതത്തെ തള്ളിയിടേണ്ടി വരില്ല. സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കും. സ്നേഹിക്കപ്പെടുന്ന കാര്യത്തിൽ നിങ്ങളൊരു ദരിദ്രനാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവർ നിങ്ങളെ ഒരു യാചകനാക്കും. സ്നേഹത്തിനു വേണ്ടി നിങ്ങൾ അവർക്ക് മുന്നിൽ യാചിക്കുന്നതിൽ അവർ സംതൃപ്തി കണ്ടെത്തും. തിരികഴിഞ്ഞു മനസ്സാകുന്ന നിങ്ങളുടെ പിച്ചപാത്രത്തിലേക്ക് അവർ സ്നേഹത്തിൻ്റെ 2 നാണയത്തുട്ടുകൾ ഇട്ടുതരും. അതാണ് അവർ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സ്നേഹം എന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യും. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാളെ ശല്യം ചെയ്യാതിരിക്കുക, അതാണ് വലുത്. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വളരെയധികം വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. അത് മനസ്സിലാക്കി ജീവിച്ച് മുന്നോട്ട് പോകുക. ചിലരുണ്ട് സ്വന്തത്തെ മറന്ന് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നവർ. കുറ്റവും കുറവും കണ്ടെത്തി മറ്റുള്ളവരോട് എരിവും പുളിയും കൂട്ടി കൂടെയുള്ളവരുടെയും കൂടപ്പിറപ്പിൻ്റെയും പച്ചമാംസം തിന്നാൻ മത്സരിക്കുന്നവർ. ഓർക്കുക, അവർ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. നിറമില്ലാത്ത രാപ്പകലുകൾ, തോരാത്ത കണ്ണീർ, നീറുന്ന നിരാശകൾ, അപ്രതീക്ഷിത പരാജയങ്ങൾ, ഇവയെല്ലാം നേരിടുമ്പോഴും ഈ സമയവും കടന്നു പോകുമെന്ന് പ്രത്യാശയുടെ വചനം ഓർക്കുക. ആനന്ദത്തിൻ്റെ, ആർഭാടത്തിൻ്റെ, അതുല്യതയുടെ സമയത്തും അല്പമെങ്കിലും അഹങ്കാരം ഉദിക്കുമ്പോഴും ഓർക്കണം, ഈ സമയവും കടന്നു പോകും എന്ന്. ഒരാൾ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക. നല്ലൊരു വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. അതിരുകളില്ലാത്ത ശക്തമായ സ്നേഹത്തിൻ്റെ സ്വരം എപ്പോഴും ദേഷ്യമായിരിക്കും. അതിനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ബന്ധങ്ങൾ അത്രമേൽ മനോഹരമാകുന്നത്. മറ്റുള്ളവരെ സഹായിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക. പല മുഖങ്ങളുള്ള ഒരാളെ കാണുമ്പോൾ മുഖം കറുപ്പിക്കുന്നതിൽ തെറ്റില്ല. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. ജീവിതത്തിൽ സംഭവിച്ചതിൽ ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയപടി ആക്കാനോ മറക്കാനോ കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ട് പോവുക. തനിച്ചാകും എന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം ഒരു കൂട്ട് അസാധ്യമാണ്. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. എന്താണ് ജീവിതം, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ വളർത്തുന്നവരുടെ അടുത്തുനിന്ന് മാറുമ്പോഴാണ്. വാക്കുകൾ കൊണ്ട് എല്ലാവർക്കും കൊട്ടാരം പണിയാൻ വളരെ എളുപ്പമാണ്. അത് പ്രവർത്തിക്കാനാണ് പ്രയാസം. ഓരോ സാഹചര്യവും മാറുമ്പോൾ പറഞ്ഞ വാക്കും മാറും. നമ്മുടെ അടുത്ത ചിലർ വാക്കുകളാൽ പറഞ്ഞില്ലെങ്കിലും അവരുടെ പ്രവൃത്തികൾ പറയും നമ്മൾക്ക് അവർ നൽകിയ വില എന്താണെന്നുള്ളത്.